തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ കൊന്ന കേസിൽ കേതൽ ജെൻസൺ രാജയാണ് ഏകപ്രതി. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു. പിന്നീട് ഇദ്ദേഹം മാത്രമാണ് ഏകപ്രതി എന്നുള്ള കാര്യം കൂടെ തെളിഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഗൂഢാലോചന, ദുർബന്ധമാദം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ വിധി വരുമ്പോൾ അതേറെ പ്രസക്തവുമായിരിക്കും. എപ്പോഴാണ് കോടതി പരിഗണിക്കുക? ജിൽസി, 2017 ഏപ്രിൽ 9-ാം തീയതി നാടിനെ നടുക്കിയ നന്ദൻകോട് ക്രൂര കൂട്ടക്കൊലപാതകം നടന്ന ദിവസമാണ്. ആ ക്രൂര കൊലപാതകത്തിന്റെ വിധി ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ഇന്ന് വിധി പറയുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഈ കേസിലെ ഏകപ്രതി കേഡൽ ജിൻസൺ രാജയാണ്. കേഡൽ ജിൻസൺ രാജ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും മറ്റൊരു ബന്ധുവിനെയുമാണ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആസ്റ്റൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള കാര്യമൊക്കെ പ്രതി ആദ്യം പോലീസിനോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചെറുപ്പത്തിൽ താൻ മാതാപിതാക്കളിൽ നിന്ന് നേരിട്ട ഒരു വിവേചനം, തന്നോട് മാതാപിതാക്കൾക്ക് സ്നേഹമില്ലാത്തതിനെ തുടർന്ന് ഈ കൊലപാതകം നടത്തിയതാണെന്നുള്ള കാര്യമൊക്കെ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. പിന്നീട് കുറ്റപത്രമൊക്കെ അടക്കം പോലീസ് ഈ ആസ്റ്റൽ പ്രൊജക്ഷനും ഈ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മാതാപിതാക്കളോട് തോന്നിയ വൈരാഗ്യവും അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമൊക്കെ പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർക്കുകയാണ് പിന്നീട് ചെയ്തത്. എന്തായാലും ഇതിനകത്ത് ഏകപ്രതി കേഡൽ ജിൻസൺ രാജയാണ്. ഇന്നിപ്പോൾ ഈ കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയാണോ എന്നുള്ള കാര്യമാണ് തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി 6 വിധി പറയുക. അതിനുശേഷം മറ്റന്നാളോ നാളെയോ ആയിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ കേസിലെ ആദ്യ വിധി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജിൽസി.